ബാക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 2s+3 ഡിവൈഡഡ് ബൈ എസ് ക്യൂ പ്ലസ് 6s സ്ക്വയർ പ്ലസ് 12s+8. ഇതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഈ ചോദ്യം സോൾവ് ചെയ്യുമ്പം ഇത് ഈ 2023 സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ്. അപ്പം ആ ക്വസ്റ്റ്യനിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: എഫ് ഓഫ് എസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 2s+3 ഡിവൈഡഡ് ബൈ എസ് ക്യൂ പ്ലസ് 6s സ്ക്വയർ പ്ലസ് 12s+8. ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഇതിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഈ താഴെ തന്നിരിക്കുന്ന എസ് ക്യൂ പ്ലസ് 6s സ്ക്വയർ പ്ലസ് 12s+8 എന്ന് പറഞ്ഞാൽ s+2 ഓൾ ക്യൂബാണ്. s+2 ഓൾ ക്യൂബാണ്. അതിൻ്റെ ഒരു ഫോമാണ് ഇത്. അപ്പം അത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഇതിലുള്ള എല്ലാ സൈനുകളും നോക്കുക. സൈനുകൾ ഒന്ന് നോക്കുക. സൈനുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം s+2 എന്ന് പറയുമ്പം ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എസിനും ഒരു ക്യൂബ് വരും, 2നും ഒരു ക്യൂബ് വരും. എസിൻ്റെ ക്യൂബ് എസ് ക്യൂബ് ആണല്ലോ, 2ൻ്റെ ക്യൂബ് എത്രയാ? 8 അല്ലേ? അപ്പോൾ 8 വരുന്നുണ്ട്. 2ൻ്റെ എന്തോ ഒരു കണക്ഷൻ ആയിരിക്കും ഇവിടെ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. എന്തോ ഒരു കണക്ഷൻ അവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. s+2 ഓൾ സ്ക്വയർ ഇൻറ്റു s+2, അതായത് എസ് സ്ക്വയർ പ്ലസ് 4s+4 ഇൻറ്റു s+2 എന്താ വരിക? എസ് ക്യൂബ് പ്ലസ് 2s സ്ക്വയർ പ്ലസ് 4s സ്ക്വയർ പ്ലസ് 8s പ്ലസ് 4s പ്ലസ് 8. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ. മനസ്സിലായല്ലോ? അത് ആ രീതിയിൽ തന്നെ ചെയ്തു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചാണെങ്കിൽ എങ്ങനെ വരും? a/s+2, b/s+2 ഓൾ സ്ക്വയർ, c/s+2 ഓൾ ക്യൂബ്. ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് PDF ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ കിട്ടും. കിട്ടാത്തവർ മാത്രം എനിക്കൊന്ന് പേഴ്സണലി ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s സ്ക്വയർ ഇൻറ്റു s+5. ഇതും പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെയാണ്. ഇതും ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1/s സ്ക്വയർ ഇൻറ്റു s+5 എങ്ങനെ എഴുതാം? a/s പ്ലസ് b/s സ്ക്വയർ പ്ലസ് c/s+5. അതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഈ 23 സപ്ലിമെൻ്ററിക്ക് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ആണ്. y" പ്ലസ് 4y' ഓഫ് t പ്ലസ് 4y ഓഫ് t ഈക്വൽ ടു 0, y ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് y' ഓഫ് 0 ഈക്വൽ ടു 1. ഇനീഷ്യൽ കണ്ടീഷൻ തന്നു. നമ്മൾ കഴിഞ്ഞ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നൊരു ഭാഗം ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ വന്ന ഭാഗമാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ചെയ്തു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നതും ഈ വർഷം ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ലാപ്ലാസ് വെച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: y" ഓഫ് t പ്ലസ് 3y' ഓഫ് t പ്ലസ് 2y ഓഫ് t ഈക്വൽ ടു 5. ഇനീഷ്യൽ കണ്ടീഷൻ രണ്ടും 0 തന്നു. എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ്. ഇവിടെയും ഞാൻ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെയ്തു നോക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സിറ്ററിൽ വന്ന ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഷോൺ ബിലോ. താഴെ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അതിന് മുന്നേ ഒരു കാര്യം പറയാം. സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ 5 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഒരു PDF ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഈ 7 ക്വസ്റ്റ്യൻസും, അതായത് 5 എണ്ണത്തിൽ ഓരോ വീഡിയോസും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇത് 2 എണ്ണം.
അപ്പം ഈ എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഷോൺ ബിലോ. ഇവിടെ x1, x2, x3, x4, x5, x6. ഇതിൽ x1 എന്ന് പറയുന്നതാണ് ഇൻപുട്ട്, x6 എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? x6/x1. നിങ്ങൾക്കറിയാം, സിമ്പിൾ ലോജിക്കാണ്, മനസ്സിലാവും. ആദ്യം സിഗ്നൽ ഫ്ലോ ഗ്രാഫിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്പർ ഓഫ് ഫോർവേഡ് പാത്തുകളാണ്. എത്ര ഫോർവേഡ് പാത്തുകളുണ്ട് ഇതിൽ? ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നോഡിൽ തുടങ്ങി ഔട്ട്പുട്ട് നോഡിൽ എൻഡ് ചെയ്യണം. ഇവിടെ നോക്കൂ, x1ലൂടെ x2ലെത്തി, x2ലൂടെ x3, x3 നേരെ x4, x4 നേരെ x5, x5 നേരെ x6. ശരിയല്ലേ? ഇതാണ് ആ ഒരു പാത്ത്. അപ്പം എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? ഒറ്റ ഫോർവേഡ് പാത്ത്. ആ ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ എന്താ? എ ബി ഡി ഇ ജി. എ ബി ഡി ഇ ജി, എ ബി ഡി ഇ ജി. അതാണ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ അല്ലേ? എ ബി ഡി ഇ ജി എന്നതാണ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ. കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇൻഡിവിജ്വൽ ലൂപ്പുകൾ കണ്ടുപിടിക്കണം. എത്ര ലൂപ്പുകളുണ്ട്? ഇവിടെ നോക്കൂ, ഒരു സിഗ്നൽ x2ലെത്തി, നേരെ x3ലെത്തി, വീണ്ടും അത് നേരെ x2ലേക്ക് പോകുന്നു അല്ലേ? നോക്കൂ, x2 നേരെ x3ലേക്ക് എത്തി, x3 ഈ പറയുന്ന പാത്ത് വഴി, ഈ ഒരു പാത്ത് വഴി നേരെ എങ്ങോട്ടെത്തി? x2ലേക്ക് തന്നെ എത്തി. അപ്പം നമുക്ക് എന്ത് പറയാം? അത് ഒരു ലൂപ്പാണ്. ഇവിടെ ഞാൻ ലൂപ്പ് 1 എന്ന് പറഞ്ഞിട്ട്, ഇതാണ് ഏത്? ലൂപ്പ് 1 അല്ലേ? ആ ലൂപ്പ് 1ൻ്റെ ഗെയിൻ എന്താ വരുന്നത്? ബി ഇൻറ്റു സി, ബി സി എന്ന് കിട്ടി. സിമിലർലി ഒരു ലൂപ്പും കൂടെ ഉണ്ട്. x4ഉം x5ഉം കണക്ട് ചെയ്യുന്നതും ഒരു ലൂപ്പ് തന്നെയാണ്. അതിൻ്റെ ഗെയിൻ എന്താ വരുന്നത്? ഇ എഫ്. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നോൺ ടച്ചിങ് ലൂപ്പുകൾ ഉണ്ടോ അല്ലേ? ഈ രണ്ട് ലൂപ്പുകളും നോൺ ടച്ചിങ് അല്ലേ? പരസ്പരം കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഭാഗമുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ട് നോൺ ടച്ചിങ് ലൂപ്പുകൾ. ആ നോൺ ടച്ചിങ് ലൂപ്പുകളുടെ, അതായത് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്പുകൾ. ഇതിൻ്റെത് ബി സി, ഇത് ഇ എഫ്. അപ്പം എന്ത് കിട്ടി? ബി സി ഇ എഫ് ആണ് നോൺ ടച്ചിങ് ലൂപ്പുകൾ. ബി സി ഇ എഫ് ആണ് നോൺ ടച്ചിങ് ലൂപ്പുകളുടെ ഗെയിൻ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ കണ്ടുപിടിക്കണം. ഡെൽറ്റ അല്ലേ? ഡെൽറ്റ എന്താ വരുന്നത്? 1 മൈനസ് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലൂപ്പ് ഗെയിൻ ഓഫ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് അല്ലേ? അതാണ് നമ്മുടെ അടുത്ത ഭാഗം. 3 നോൺ ടച്ചിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കി. അപ്പം 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ, അതായത് L1 പ്ലസ് L2, അതായത് 1 മൈനസ് ഓഫ് L1 പ്ലസ് L2. എന്താണ് L1 എന്ന് വെച്ചാൽ? L1 എന്താ? ബി സി. L2 ഇ എഫ്. 1 മൈനസ് ഓഫ് ബി സി പ്ലസ് ഇ എഫ്. കിട്ടിയോ? അടുത്ത എന്താ വരുന്നത്? സം ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്പ്. ഇത് രണ്ടും പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ഗെയിൻ എന്താണ്? ബി സി ഇ എഫ്. ബി സി ഇ എഫ് അല്ലേ? നോൺ ടച്ചിങ് ലൂപ്പുകൾ കിട്ടി. അപ്പം ഡെൽറ്റ എന്ന് പറയുന്ന സംഭവം എന്താ വരുന്നത്? 1 മൈനസ് ബി സി പ്ലസ് ഇ എഫ് പ്ലസ് ബി സി ഇ എഫ്. ഇനി നമ്മളുടെ മാസൻസ് ഗെയിൻ ഫോർമുല എന്തായിരുന്നു? 1/ഡെൽറ്റ സമ്മേഷൻ കെ പി കെ ഡെൽറ്റ കെ. കെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്. ഒറ്റ പാത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഡെൽറ്റ 1 എന്തായിരിക്കും? 1 ആയിരിക്കും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ഡെൽറ്റ 1ൻ്റെ വാല്യൂ 1. എന്തുകൊണ്ടാണ് ഡെൽറ്റ 1 1 എന്ന് പറയാൻ കാരണം? ഏതെങ്കിലും നോഡ് മിസ്സിംഗ് ഉണ്ടോ? x1 to x6ൽ ഉണ്ടോ? ഇല്ല. എല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ട് ഒന്നും മിസ്സിങ് ഇല്ലാത്തത് കൊണ്ട് ഡെൽറ്റ 1 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 1/ഡെൽറ്റ P1 ഡെൽറ്റ 1. ഡെൽറ്റ നിങ്ങൾക്ക് കിട്ടിയല്ലോ. 1 മൈനസ് ബി സി പ്ലസ് ഇ എഫ് പ്ലസ് ബി സി ഇ എഫ്. ഡെൽറ്റ കിട്ടി. P1 എന്തായിരുന്നു? ആദ്യത്തെ പാത്ത്. ആദ്യത്തെ പാത്തിൻ്റെ ഗെയിൻ എന്താ? ഇതല്ലേ P1 എന്ന് പറയുന്നത്? ആദ്യത്തെ പാത്തിൻ്റെ ഗെയിൻ.
എന്താണ് ABD ഈച്ച് ABD ഈച്ച് P1 ഡെൽറ്റ 1 ആണ്, വ്യത്യാസങ്ങളില്ല. സോ ദിസ് ഈസ് ദ ആൻസർ കിട്ടിയല്ലോ, ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയാണ് നമ്മുടെ പ്രോബ്ലം ബേസിൽ പറയാനുള്ളത്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് പ്രോബ്ലത്തിൽ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതായത് സിറ്ററിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഏതാനും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം. അറിയാലോ, ഡിഫറൻസ് പറയുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫിഗർ അവിടെ ആഡ് ചെയ്യാം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം, ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം രണ്ടും ആഡ് ചെയ്യാം. ഒരു 3 ഡിഫറൻസേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിളാണത്. വേറെ ശരിക്കും പറഞ്ഞാൽ അത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പം 3 മാർക്കിൻ്റെ 3 പോയിന്റ് എന്ന ലെവലിലാണ് അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് ഇനീഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈനൽ വാല്യൂ തിയറം. നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്തിരുന്നു. കാണാത്തവർ PYQ1, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ PYQs ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഡിഫൈൻ ദ ടേം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഓർഡർ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഓർഡർ അറിയാലോ, ഡിനോമിനേറ്ററിലെ എസിൻ്റെ ഹയസ്റ്റ് പവർ ഓർഡർ. അതേ സമയത്ത് അവിടെ ടൈപ്പ് ചോദിച്ചാൽ എന്താ പറയുക? ടൈപ്പ്. ഈ ഓർഡർ എന്നതിന് പകരം ടൈപ്പ് എന്നാണ് ചോദിച്ചെങ്കിൽ എന്ത് പറയും? യെസ്, നമ്പർ ഓഫ് പോൾസ് അറ്റ് ദി ഒറിജിൻ. ഒറിജിനിൽ എത്ര നമ്പർ ഓഫ് പോളുകൾ ഉണ്ടോ അതാണ് ടൈപ്പ്. മാറിപ്പോവരുത്. ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ. ഡിനോമിനേറ്ററിലെ എസിൻ്റെ ഹയസ്റ്റ് പവറാണ് ഓർഡർ എന്ന് പറയുന്നത്. എന്നാൽ ടൈപ്പ് എന്ന് പറയുന്നത്, ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പോൾസ് അറ്റ് ദി ഒറിജിൻ. അടുത്തത് സ്റ്റേറ്റ് മാസൺസ് ഗെയിൻ ഫോർമുല. ഇപ്പം നമ്മൾ പറഞ്ഞു T = 1/Δ K PK Δ K. അതിൽ ഓരോ ഭാഗമായി നോക്കുക. എന്താണ് ഡെൽറ്റ? ഡിറ്റർമിനന്റ് ഓഫ് ദി ഗ്രാഫ്, അതായത് 1 - സം ഓഫ് ദി ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ പ്ലസ് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ്, സം ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്പ് മൈനസ് അടുത്ത 3 നോൺ ടച്ചിങ് ലൂപ്പ്, സംതിങ് ലൈക്ക് ദാറ്റ്. അതേപോലെ PK എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? PK ഫോർവേഡ് പാത്ത് ഗെയിൻ, അതായത് കേത്ത് പാത്തുകളുടെ ഗെയിനും. ഡെൽറ്റ K അറിയാലോ, ഡെൽറ്റ ഫോർ ദി പാർട്ട് ഓഫ് ദ ഗ്രാഫ് വിച്ച് ഇസ് നോൺ ടച്ചിങ് ദി ഫോർവേഡ് പാത്ത് അറിയാലോ. അതിൻ്റെ പിന്നെ ആ പോയിന്റുകൾ ഓരോന്നായിട്ട് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടും. വെറുതെ ഇക്വേഷൻ എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടില്ല, കളയരുത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡ്രോ ദി എനി 3 ടെസ്റ്റ് ഇൻപുട്ട് സിഗ്നൽ. സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക് ഇമ്പൾസ്. ഇതിൽ 4 3 വരയ്ക്കുക. ഫിഗർ വരച്ചാൽ മാത്രം പോരാ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും കൂടി എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ: ഡിഫൈൻ ദ ടേം അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി, റിലേറ്റീവ് സ്റ്റെബിലിറ്റി, മാർജിനൽ സ്റ്റെബിലിറ്റി. 4ാമത്തെ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ അതിൻ്റെ 3ൻ്റെയും ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, പഠിക്കുക. റൈറ്റ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി ആൻഡ് കോസ് ഒമേഗ ടി. ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നാണ് പറഞ്ഞത്, എഴുതാനേ പറഞ്ഞുള്ളൂ, ഡിറൈവ് ചെയ്യണ്ട. അപ്പം എന്ത് ചെയ്യണം? അതിൻ്റെ ലാപ്ലാസ് മാത്രം. ലാപ്ലാസ് ഓഫ് സൈൻ ഒമേഗ ടി എന്ന് വെച്ചാൽ എസ് അല്ല, ω/s² + ω². കോസ് ആണെങ്കിൽ s/s² + ω² എഴുതിക്കോളുക. അപ്പം ഈ 7 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പോലും നമ്മൾ പറയാത്തതില്ല. അടുത്ത ക്വസ്റ്റ്യൻ: ഡിറ്റർമിൻ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി കോസ് എ ടി. ഡിറ്റർമിൻ, അതാണ് ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ മാത്രം എഴുതുക. ഡിറ്റർമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ മാത്രം പോരാ, ഡിറൈവ് ചെയ്യണം. എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യണം, അറിയാലോ. അടുത്തത്: ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ x of s is equal to s/s + 2 × s + 4. എങ്ങനെ എഴുതും ഇതിനെ? s/s + 2 × s + 4 is equal to, എങ്ങനെ എഴുതാം? a/s + 2 + b/s + 4. അറിയാലോ. സോൾവ് ചെയ്യുക, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, കൊടുക്കുക. നമ്മൾ നേരത്തെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ:
derive the Laplace transform of e raised to minus at and ramp input. e raised to minus at നിങ്ങൾക്കറിയാം 1/s plus a എന്ന് കിട്ടും അല്ലേ. റാമ്പ് ഇൻപുട്ട് ആണെങ്കിലോ റാമ്പിൻ്റെ ഇൻപുട്ട് എന്തായിരുന്നു a ഇൻറ്റു ടി, അതായത് 1/s². a ഉള്ളത് കൊണ്ട് a/s² എന്ന് കിട്ടും. അതും നമ്മൾ സോൾവ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ f of s is equal find the inverse Laplace transform of the following function. f of s is equal to 1/s plus 1 into s plus 4. സിമിലർ ഇതേ മെത്തേഡിൽ ചോദിച്ചു, രണ്ട് രീതി ചോദിച്ചു എന്ന് മാത്രം. അടുത്തത് f of s is equal to 1/s² plus 6s plus 30. നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടുത്തത് ഡിസ്ക്രൈബ് ഫോഴ്സ് കറണ്ട് അനോളജി. നമ്മൾ പഠിച്ചതാണല്ലോ, അത് 4 സർക്യൂട്ടും പഠിക്കണം. ഫോഴ്സ് വോൾട്ടേജ്, ഫോഴ്സ് കറണ്ട്, ടോർക്ക് വോൾട്ടേജ്, ടോർക്ക് കറണ്ട് മാറി മാറി ചോദിക്കുന്നുണ്ട്. എളുപ്പമാണ്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്താൽ മതി. അപ്പോൾ ഏതാണ് മറ്റേതിന് ഇക്വാലൻ്റ് എന്നും കൂടി എഴുതി വയ്ക്കുക. അത് നമ്മൾ ക്ലാസ്സിൽ നൊട്ടേഷനായിട്ടാണ് എഴുതിയത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ഓക്കെ, അതായത് ഇപ്പം മെക്കാനിക്കൽ സിസ്റ്റത്തിൽ മാസിന് കറസ്പോണ്ടിങ് ഇൻഡക്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ഇൻ മെക്കാനിക്കൽ സിസ്റ്റം ദ മാസ് ഈസ് അനലോഗസ് ടു ഇൻഡക്റ്റൻസ് ഇൻ ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നൊരു സെൻറ്റൻസ് ആക്കിയിട്ട് ഒന്ന് എഴുതി വെച്ചാൽ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഇംപ്രഷൻ കിട്ടും. അതുകൊണ്ട് അതും ചെയ്യാം. ഇനി അടുത്ത ചോദ്യം ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ആണ്. കാരണം അത് ഒരുപാട് മനസ്സിലാക്കി ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രോബ്ലംസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ റൂളുകൾ മാത്രമേ പഠിക്കേണ്ടൂ. ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് കൺഫ്യൂഷനാവും. അതുകൊണ്ട് ആ ഭാഗം നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു പ്രോബ്ലം ഞാൻ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് ഒഴിവാക്കുക. പക്ഷേ അതിൻ്റെ റൂളുകൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, കഴിഞ്ഞ നമ്മുടെ സീരീസ് എക്സാമിന് ഒരുപാട് ആൾക്കാർ വെറുതെ സമ്മിങ് അല്ലെങ്കിൽ ദ ബ്ലോക്സ് ഇൻ കാസ്കേഡ് എന്ന് വെറുതെ എഴുതി വെച്ചിട്ടുണ്ട്, മാർക്ക് കിട്ടില്ല. അതിൻ്റെ ആ ബ്ലോക്ക് ഡയഗ്രാം കൂടി കൃത്യമായി വരച്ചു വെക്കണം. എന്നാൽ പോയിന്റ് എഴുതിയവർക്ക് ഞാൻ മാർക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഇനി അങ്ങോട്ടുള്ള എക്സാമിനേഷന് മാർക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പം ബ്ലോക്സ് ഇൻ കാസ്കേഡ് എന്നാണ് നിങ്ങൾ എഴുതി വെക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം, അതിൻ്റെ ബ്ലോക്സും കൂടെ വരയ്ക്കണം. കൃത്യമായിട്ട് വരച്ചാലേ മാർക്കുള്ളൂ. കാരണം അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പോയിന്റ് എഴുതുക എന്നത് പ്രാധാന്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. അപ്പം അതും കൂടി ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് ഡിറ്റർമിൻ ദ മാത്തമാറ്റിക്കൽ മോഡൽ. നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അതും നമ്മളിപ്പം സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ചെയ്യുന്നില്ല. ഡിറൈവ് ദ റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ടു ദ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. സോൾവ് ചെയ്തതാണല്ലോ. യൂണിറ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ യൂണിറ്റ് റാമ്പ് ചോദിക്കാം. കണ്ടോ, ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ ദി യൂണിറ്റ് റാമ്പ് ഇവിടെ ചോദിച്ചു. അതേപോലെ യൂണിറ്റ് സ്റ്റെപ്പ് ഇവിടെയും ചോദിച്ചു. കണ്ടോ, അപ്പം ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ്, പാരാബോളിക്, ഇത് കൃത്യമായിട്ട് പരീക്ഷകൾക്ക് വരാറുണ്ട്. ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ 3 എണ്ണം സ്റ്റെപ്പ്, റാമ്പ്, പാരാബോളിക് അല്ല ഇമ്പൾസ്, ഈ 3 ഭാഗങ്ങളും എഴുതി പഠിച്ചോണം. കാരണം 8 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റിക് പൊസിഷൻ ആൻഡ് വെലോസിറ്റി എറർ കോഎഫിഷ്യൻറ്റ്. അതായത് KP, KV, KA ഇതും പരീക്ഷയ്ക്ക് കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. വളരെ പ്രാധാന്യമുള്ള ഭാഗമാണ്, കളയരുത് മാർക്ക്. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യിച്ചതാണ്. അതിൻ്റെ നോട്ട് നമ്മളെ ഗ്രൂപ്പിൽ കിടക്കുന്നുണ്ട്, പഠിക്കുക. അടുത്തത് ഡിറൈവ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻ ടേംസ് ഓഫ് KP, KV, KA ഫോർ എ ടൈപ്പ് 0 സിസ്റ്റം, ടൈപ്പ് 1 സിസ്റ്റം ആൻഡ് ടൈപ്പ് 2 സിസ്റ്റം വെൻ ദ ഇൻപുട്ട് ഈസ് റാമ്പ്. നമ്മൾ പഠിച്ചതാ അല്ലേ. ESS ഈക്വൽ ടു 1/1 പ്ലസ് KP. ഏതായിരുന്നു ഇൻപുട്ട്? സ്റ്റെപ്പ് ഇൻപുട്ട്. ഇതേപോലെ 1/KV ആണെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാ? റാമ്പ് ഇൻപുട്ട്. അതുപോലെ 1/KA ആണെങ്കിൽ ഇൻപുട്ട് ഏതാ? പാരാബോളിക് ഇൻപുട്ട് അല്ലേ.
ഇതിൻ്റെ എക്സ്പ്രഷനും നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു കെ പിയുടെ എക്സ്പ്രഷൻ? കെ പി ലിമിറ്റ് എസ് ടെൻസ് ടു 0 ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. അടുത്തത് കെ വി ആണെങ്കിലോ ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. കെ എ ആണെങ്കിലോ ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് സ്ക്വയർ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. മൂന്നും പഠിച്ചതാണല്ലോ. അത് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 സിസ്റ്റം. ടൈപ്പ് 0 സിസ്റ്റം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 0. ടൈപ്പ് 1 ആണെങ്കിൽ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 1. ടൈപ്പ് 2 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2. അങ്ങനെ പോകും. അതിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിർബന്ധമായിട്ടൊന്ന് കാണാം. Find the value of the controller gain Kc that makes the feedback control system of the following equation. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. With necessary steps, draw the Bode plot for the function of 1 plus st. ഞാൻ മൂന്നാമത്തെ റീടെസ്റ്റ് വെച്ചപ്പം ഞാൻ അതിലിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ 1 plus st. അന്നത് എഴുതി എല്ലാവരും ആ പ്ലോട്ട് മാത്രം വരച്ചു വെച്ചു. മാർക്ക് കിട്ടില്ല. പ്ലോട്ട് മാത്രം വരച്ച് വെച്ചാൽ മാർക്ക് കിട്ടില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു PDF എടുത്ത് നോക്കിയാൽ അറിയാം. ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 plus st. അടുത്തത് എസിന് ജെ ഒമേഗ കൊടുക്കും. ജി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 1 plus ജെ ഒമേഗ ടി എന്ന് പറഞ്ഞതിന് ശേഷം മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നൊരു ഭാഗമുണ്ട്. അതിൽ ആ ഭാഗം കൂടി എഴുതണം. ഇത് മാത്രം എഴുതി വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. വെറുതെ പ്ലോട്ടല്ല അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. ഇതാണ് ശരിക്കുള്ള ക്വസ്റ്റ്യൻ. വിത്ത് നെസസറി സ്റ്റെപ്സ്. ആ സ്റ്റെപ്സ് എഴുതണം. അതിന് ശേഷമാണ് വരയ്ക്കേണ്ടത്. അന്ന് വരച്ചതിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും തെറ്റിച്ചാണ് വരച്ചത്. അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ 1 or 2 ഫംഗ്ഷൻ കിട്ടിയാൽ ബാക്കി നിങ്ങൾക്ക് കിട്ടും. അതായത് കെ ബൈ എസ് കെ എസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കെയിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലും കെ ബൈ എസ് കെ എസിൽ സ്റ്റാർട്ട് ചെയ്തു. 1/1 plus st 1 plus st സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു കൺസ്ട്രക്ട് റൂട്ട് ലോക്കസ്. റൂട്ട് ലോക്കസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് നെസസറി സ്റ്റെപ്സ് ഡ്രോ ദി ബോഡെ പ്ലോട്ട് ഫോർ ദ ഫംഗ്ഷൻ 1/1 plus st. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, 1 plus st 1/1 plus st ഈ തവണ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, കൃത്യമായിട്ട് ഈ 2 ഭാഗവും പഠിക്കുക. അതിൻ്റെ ഡീറ്റെയിൽഡായ നോട്ടും ലെക്ചേഴ്സും ഞാൻ ഇട്ടിട്ടുണ്ട്, കാണുക. അടുത്തത്, ഡിഫൈൻ ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം വിത്ത് ആൻ എക്സാമ്പിൾ. നമ്മൾ പറഞ്ഞിരുന്നു ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം, ടൈമിനനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിൽ വാരിയേഷൻ വരാത്ത സിസ്റ്റം ഏതാണ്? സ്റ്റെപ്പ് സിഗ്നൽ അല്ലേ? വരുന്നുണ്ടോ? ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് അല്ലേ? തിയററ്റിക്കലി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റെപ്പ്. ഇനി നേരെ തിരിച്ചാ ചോദിച്ചെങ്കിലോ, ലീനിയർ ടൈം വാരിയൻറ്റ് സിസ്റ്റം ആണെങ്കിലോ ഏതാ എക്സാമ്പിൾ പറയുക? റാമ്പ് ആൻഡ് പാരാബോളിക്, രണ്ടും അതിന് നല്ലൊരു എക്സാമ്പിളാണ്. ഡിറൈവ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to at. സോൾവ് ചെയ്യാലോ? 1/s - a കിട്ടും. ഡിഫൈൻ ദ ടേം നോഡ്. നോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ ഫിസിക്കൽ സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞാലോ? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 2 നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻ്റ് ആണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ലൂപ്പ് എന്ന് പറഞ്ഞാലോ? ഒരു സിഗ്നല് ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വീണ്ടും എന്ത് ചെയ്തു? എവിടെ തുടങ്ങിയോ അവിടേക്ക് തന്നെ എത്തുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പ് എന്ന് പറയുന്നത്. 3ലും നമ്മൾ ടെർമിനോളജി എന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, പഠിച്ചു വയ്ക്കുക. ഡിസ്ക്രൈബ് ദി എനി ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ റൂൾ. ഏതെങ്കിലും 2 എണ്ണമാണ് ചോദിച്ചത്. അങ്ങനെയാകുമ്പം അതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഫിഗർ എല്ലാവരും വരച്ച് പഠിക്കുക. മിനിമം 5 എണ്ണെങ്കിലും പഠിക്കുക. കഴിഞ്ഞ വർഷം 7 എണ്ണമാണ് ചോദിച്ചത്. 5 എണ്ണം നിർബന്ധമായിട്ട് പഠിക്കുക. അടുത്തത്, റൈറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ ടൈപ്പ് 0, 1, 2 സിസ്റ്റം
4 സ്റ്റെപ്പ് റാമ്പ് പാരാബോളിക് ഇൻപുട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പഠിച്ചു കഴിഞ്ഞതാണ്. ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇക്വേഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. ആ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഡിഫൈൻ ദ ടേംസ് ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ. ലാസ്റ്റ് മൊഡ്യൂൾ നോട്ടിലുണ്ട് ഗെയിൻ മാർജിനും ഫേസ് മാർജിനും. അസിംപ്റ്റോട്ട്സ്, റൈറ്റ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്. റൂട്ട് ലോക്കസിലെ 4-മത്തെയോ 5-മത്തെയോ പോയിന്റിൽ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാനും എന്താണ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അടുത്ത ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എസ് സ്ക്വയർ പ്ലസ് 9s പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 3. എങ്ങനെ ചെയ്യുക? എ ബൈ എസ് മൈനസ് 1 പ്ലസ് ബി ബൈ എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 3 അല്ലേ? ബാക്കി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്കറിയാം. അടുത്ത ഒരു ചോദ്യം, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി കോസ് എ ടി. ചെയ്യാലോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ബൈ എസ് മൈനസ് 1 ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 3. എങ്ങനെ എഴുതാം? എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 3. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ. 6 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ടു സോൾവ് ദ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു e റൈസ് ടു മൈനസ് ടി y ഓഫ് 0 ഈക്വൽ ടു y ഡാഷ് 0 ഈക്വൽ ടു 0. സോൾവ് ചെയ്യാലോ? രണ്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാലോ? ഇനീഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പോകാം. വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അതിൽ ഇല്ല. ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം. ഇന്ന് നമ്മൾ ചെയ്ത 3-മത്തെ ക്വസ്റ്റ്യൻ ആണത്. അത് സോൾവ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു x1 ഓഫ് ടി കൂടെ ഉണ്ട്. ഞാൻ ആ പ്രോബ്ലത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് നോക്കുക കേട്ടോ. ഡിസ്ക്രൈബ് ദി ഫോഴ്സ് വോൾട്ടേജ് അനോളജി. ഫോഴ്സ് വോൾട്ടേജ്, ഫോഴ്സ് കറണ്ട് മാറി മാറി ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒഴിവാക്കിയ ചോദ്യമാണ്. The signal flow graph of a closed loop system is given. Determine the transfer function. ഇവിടെ എങ്ങനെയാണ് സംഭവം? ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര പാത്തുകളുണ്ട്? നമ്മൾ നേരത്തെ ചെയ്താണിത്. എത്ര പാത്തുകളുണ്ട് ഇതിൽ? ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ 2 പാത്തുകൾ ഉണ്ടാവും. അതായത് ഒന്ന് ഈ ഒരു പാത്ത്, രണ്ടാമത്തെ പാത്ത് എന്ന് പറയുന്നത് 1 കൂടി 2-ലെത്തി. ഈ ആരോ മാർക്ക് ഇങ്ങോട്ടാണ്, ഇങ്ങനെയാണ് ആരോ മാർക്ക് കേട്ടോ. അപ്പോൾ 1 കൂടി 2-ലൂടെ നേരെ 3-ലെത്തി, 3-ന്ന് നേരെ 5, 5-ന്ന് 6. അപ്പം ഈ ഒരു പാത്ത് ഒന്നാമത്തത്, ഈ ഒരു പാത്ത് രണ്ടാമത്തെ പാത്ത്. അപ്പോൾ എത്ര പാത്തുകളായി? 2 പാത്ത് ഗെയിൻ കാണാം. ഇനി എത്ര ലൂപ്പുകളുണ്ട്? ഒരൊറ്റ ലൂപ്പേ ഉള്ളൂ. ഏതാ ലൂപ്പ്? 2-ന്ന് നേരെ 3, 3-ന്ന് നേരെ 4, 4-ന്ന് വീണ്ടും 2. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളില്ല. ഇനി ഡെൽറ്റ 1-ഉം ഡെൽറ്റ 2-ഉം ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്താ കാരണം? ഡെൽറ്റ 1-ഉം ഡെൽറ്റ 2-ഉം ഇവിടെ 1 ആണെന്ന് പറയാനുള്ള കാരണം എന്താ? പ്രത്യേകിച്ച് ഒരു ഭാഗവും മിസ്സിങ് വരുന്നില്ല. ഇനി ഡെൽറ്റ കണ്ടുപിടിക്കാമല്ലോ. ഇങ്ങനെ ഡെൽറ്റ കണ്ടുപിടിക്കുക. 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് മാത്രം, ഒറ്റ ലൂപ്പേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇവിടെ വരിക? 1 മൈനസ് മൈനസ് G1H എന്ന് വരും. സോ 1 പ്ലസ് G1H എന്നായിരിക്കും ഡെൽറ്റ വരിക. ആദ്യത്തെ പാത്ത് P1 എന്ന് പറയുന്ന പാത്ത് ഏതാ? 1 തുടങ്ങി 6-ൽ അവസാനിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? G1-ഉം G2, G1 G2. രണ്ടാമത്തെ പാത്ത് ഏതാ വരുന്നത്? 1 തുടങ്ങി 2 തുടങ്ങി 3-ലൂടെ ഈ G3-ലോട്ട് നേരെ കയറും അല്ലേ, ഇങ്ങോട്ട്. അപ്പോൾ എന്താ വരിക? മൈനസ് G3 ആണ് P2. കിട്ടിയോ? ഡെൽറ്റ 1-ഉം ഡെൽറ്റ 2-ഉം 1. കാരണം എന്താ? ഒരു നോഡും മിസ് ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. ഒന്നും മിസ്സിങ് വരാത്തത് കൊണ്ട് അവിടെ കുഴപ്പങ്ങളില്ല. ഒരു നോഡിനെയും ക്രോസ് ചെയ്യാതെ പോകുന്നില്ലല്ലോ, എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പം ഡെൽറ്റ 1-ഉം ഡെൽറ്റ 1 ഡെൽറ്റ 2-ഉം 1 തന്നെ. നിങ്ങൾക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എന്തായിരുന്നു ഇക്വേഷൻ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ കെ പി കെ ഡെൽറ്റ കെ.
ചെയ്യാലോ. എങ്ങനെയാണ് ഡെൽറ്റ 1 ഡെൽറ്റ 2 1 കിട്ടിയെന്ന് അറിയാലോ. ആദ്യം നോക്കൂ നിങ്ങൾ, ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു നോഡ് മിസ് ചെയ്യുന്നുണ്ടോ? ലൂപ്പുകൾ ഏതെങ്കിലും, ഈ പറയുന്ന ലൂപ്പിൻ്റെ ഏതെങ്കിലും ഭാഗം ഇവിടെ നോക്കൂ നിങ്ങൾ. 1 2, ഈ 2നെയും 4നെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലൂപ്പ്. അപ്പം നോക്കൂ, ആദ്യത്തെ പാത്ത് തുടങ്ങുന്നത് 1 നേരെ 2ലെത്തി, 2 നേരെ 3ലെത്തി, 3 4. അപ്പം എന്തായാലും ഇതിനെ കണക്ഷൻ എവിടെയും കുറവ് വരുന്നില്ല. ഇനി രണ്ടാമത്തെ പാത്ത് എടുത്ത് നോക്കൂ, 1 2, 2 3. കാരണം ഇതിൻ്റെ ഇടയിൽ കണക്ഷൻ വരുന്നില്ലേ, 2നെ കണക്ട് ചെയ്തില്ലേ, 4 മാത്രമല്ലേ മിസ്സിംഗ് ഉള്ളൂ. അത് പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു നോഡെങ്കിലും, ലൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു നോഡെങ്കിലും കണക്ട് ചെയ്താൽ മതി. അപ്പം ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 1 ആണ്. സോറി. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷന് കൊടുക്കുക. 1/ഡെൽറ്റ. ഡെൽറ്റ എന്താ വരുന്നത്? 1 + g1h. 1/1 + g1h. P1 ഏതാ? P1 വരുന്നത് g1 g2 പിന്നെ മൈനസ് g3. g1 g2 മൈനസ് g3 1 + g1h. 7 മാർക്ക് സുഖമായിട്ട് കിട്ടും നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? സുഖമായിട്ട് 7 മാർക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണത്. കൃത്യമായിട്ട് തന്നെ പഠിച്ചുറപ്പിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡിറൈവ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് റാമ്പ് ആൻഡ് പാരാബോളിക് ഇൻപുട്ട് ഫോർ ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 സിസ്റ്റം. അറിയാലോ, 15 മാർക്കാണ്. ഒരുപാട് ചെയ്യാനുണ്ട്. ഞാൻ കറക്റ്റ് ക്ലാസ്സിൽ ചെയ്തു തന്നതാണ്. പഠിക്കുക. ഡിറൈവ് ദ റെസ്പോൺസ് ഓഫ് ദി ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കാര്യം. അത് പഠിക്കാം. ഫോർ എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s equal to 10 × s + 2 divided by s square × s + 1. ഫൈൻഡ് ദ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻറ്റ്. ഇങ്ങനെ കണ്ടുപിടിക്കും. kp equal to ലിമിറ്റ് s tends to 0 g of s h of s. g of s എന്താ? 10 × s + 2 divided by s square × s + 1. h of s 1 ആണ് അല്ലേ. എസിന് 0 കൊടുത്താൽ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോവും. സോ ആൻസർ ഇൻഫിനിറ്റി. അടുത്തത് കെ വി എന്താ വരിക? ലിമിറ്റ് s tends to 0 s × 10 × s + 2 divided by s square × s + 1. ഇവിടെ ഒരു എസ്സും ഇവിടെ ഒരു എസ്സും കട്ട് ചെയ്തു. ബാക്കി ഇവിടെ ഒരു എസ് താഴെയുണ്ട്. അതിന് 0 കൊടുത്താൽ എന്താവും? ഡിനോമിനേറ്ററിലെ ഭാഗം 0. വീണ്ടും ഇതും ഇൻഫിനിറ്റി. ഇനിയുള്ളത് കെ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. കെ എ എന്താ വരിക? ലിമിറ്റ് s tends to 0 s square × 10 × s + 2 divided by s square × s + 1. s സ്ക്വയറും s സ്ക്വയറും കട്ട് ചെയ്തു. എസിന് 0 കൊടുത്താൽ എത്ര വരും? 0 കൊടുത്താൽ 20 എന്ന് വരും അല്ലേ? 20 എന്ന് വരും. കിട്ടിയല്ലോ. അപ്പം ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി ഉണ്ട്. ഇതിൻ്റെ 3ാമത്തെ ഭാഗം. അത് കൂടി ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. 3 പഠിക്കുക കേട്ടോ. ഓക്കെ.